ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലത്തിൻ്റെ ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് പോയേക്കാമെന്ന്. പിന്നെ അവിടെ വല്ലാണ്ട് പരിപാടിയൊന്നുമില്ല, പരിപാടിയൊക്കെ പ്രോഗ്രാമൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ചിലപ്പം ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ടും വെക്കേഷൻ ആയതുകൊണ്ട് ആരും വീട്ടിലില്ലാത്തതുകൊണ്ടും പരിപാടി നടക്കുന്നതിന് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ചിന്നേച്ചിനെ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ പരിപാടിക്കും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളാണ് ചേച്ചി. അപ്പോൾ ചേച്ചിയെയും കൂട്ടിയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കാരണം കണ്ണ് ഉറങ്ങി എണീറ്റിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്കും അവിടെ ചോറൊക്കെ കൊടുത്തു തുടങ്ങി കേട്ടോ. നല്ല സദ്യ ഉണ്ടെന്ന് കേട്ടു. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പം കഴിക്കാൻ തുടങ്ങിയിരുന്നു എല്ലാവരും. പിന്നെ നമ്മൾ തന്നെ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ ആദ്യത്തെ ഇതിൽ തന്നെ ഇരുത്തി, കാരണം അവർ കഴിക്കാൻ കുറേ ടൈം എടുക്കും. പിന്നെ അവരെ കൂടെ നമുക്ക് ഇരുത്താനും കഴിയില്ല, കാരണം സീറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ പിന്നെ നമ്മളത് കഴിച്ചു. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ കടയിൽ കയറിയിട്ട്, കാരണം കുട്ടിക്ക് വേണ്ടതും എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ്. ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കൂടെ കൂട്ടി. അങ്ങനെ ഞാൻ കുറച്ച് മാങ്ങ വാങ്ങിയിരുന്നു, പിന്നെ പാലും വാങ്ങി. ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. അങ്ങനെ പിന്നെ ഞാൻ ചെത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ കഴിക്കും, അതാണ് എൻ്റെ. അപ്പോൾ ജ്യൂസ് അടിക്കാനുള്ള ക്വാണ്ടിറ്റി കുറയും, എന്നാലും സാരമില്ല. ഞാൻ ഏട്ടനൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തണുത്തത് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് മാങ്ങയും പാലൊക്കെ വാങ്ങിയത്. പക്ഷേ ആളെത്തുമ്പോൾ നൈറ്റ് ആവും, അതുകൊണ്ട് ചിലപ്പോൾ കുടിക്കത്തുള്ളൂ. എങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഇവിടെ ഐസ് ക്യൂബ് ഉണ്ട്, അതിൽ ഞാൻ നിറച്ച് വെച്ചിട്ട് കണ്ണന് ഐസായിട്ട് കൊടുക്കൽ. അല്ലാതെ അവന് ഐസ് വാങ്ങി കൊടുക്കുന്നത് കുറവാണ്. സിപ്പപ്പൊക്കെ എപ്പോഴെങ്കിലും കൊണ്ടുവരും ഞാൻ, അങ്ങനെയല്ലാതെ കൊടുക്കാറില്ല. ഇപ്പം നല്ല മാങ്ങ നല്ല മണമൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ മാംഗോ സീസൺ ആയതുകൊണ്ട് അമ്മ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മാങ്ങ എടുത്തുകൊണ്ട് വരും. അമ്മ തൊഴിലുറപ്പിന് പോകുമ്പോൾ എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്നൊക്കെ കൊണ്ടുവരും. കാരണം കണ്ണൻ ഒരു മാംഗോ ലവറാണ് ഗൈസ്. അവന് മാങ്ങയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അങ്ങനെ അവന് ഞാനൊരു കഷ്ണം കൊടുത്തു. ആളപ്പോഴത്തേക്ക് ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ഈ ഐസ്ക്രീം ഞാൻ വേറെ ഒന്നിനുമല്ല, നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഡെക്കറേഷൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഐസ്ക്രീം വാങ്ങിയത്. പിന്നെ പൊതുവെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. കണ്ണൻ്റെ മൂഡ് മാറുമ്പം അവനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ആക്കാറ്. നേരത്തെ വല്ലാണ്ടൊന്നും കൊടുക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ അപ്പം തന്നെ ജ്യൂസ് അടിച്ചു, വേഗം എൻ്റെ വയറ്റിലേക്കുള്ളതാക്കി. അപ്പോഴാണ് ഗൈസ് ഞാനൊരു നിലവിളി കേട്ടത്. അയൽവാസികളാണ്. ചേച്ചി ചിന്നേച്ചി മയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ഓടിയിട്ടു ഗൈസ്. നല്ല പീലിയുള്ള മയിൽ. കാരണം ഞാനിവിടെ വരുമ്പോൾ പെൺമയിലുകളെയാണ് കൂടുതലായിട്ടും കണ്ടത്. പക്ഷെ ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ആൺമയിലിനെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ വിചാരിച്ചു ആ പീലിയൊക്കെ ഒന്ന് ഇവിടെ കൊഴിച്ചിട്ട് പൊക്കോടെയെന്ന് കുറേ ഞാൻ ചോദിച്ചു. എന്താണെന്നറിയില്ല, അതോ അതിൻ്റെ പാട്ടും നോക്കിപ്പോയി. പിന്നെ ഒന്നാമത് കുട്ടികൾ പായിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.